എങ്ങനെയുണ്ട് പണിയറ? അടിപൊളിയല്ലേ? ഈ സെറ്റപ്പ് കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് യോഗമില്ല. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം, നിങ്ങൾ വിവാഹ ദിവസം പലതരം മണിയറകൾ കണ്ടിട്ടുണ്ടാവും. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഇവരുടെയൊക്കെ മണിയറകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിന്? ബോട്ടിലും കപ്പലിലും പിന്നെ എന്തിന് കടലിന്റെ അടിയിൽ വരെയുള്ള മണിയറകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന മണിയറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാ കണ്ടുനോക്കാം. നന്ദിഗ്രാം എക്സ്പ്രസ് ട്രെയിനിൽ മണിയറ ഒരുക്കിയ സംഭവത്തിൽ ടിക്കറ്റ് എക്സാമിനർക്ക് സസ്പെൻഷൻ. അദ്ദേഹത്തിന് വേറെ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു? ട്രെയിനിലെ ഫസ്റ്റ് AC ക്യാബിൻ നവദമ്പതികൾക്കായി അലങ്കരിച്ച സംഭവത്തിലാണ് റെയിൽവേയുടെ നടപടി വന്നത്. ഈ സമയം ജോലിയിലുണ്ടായിരുന്ന എക്സാമിനറെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യ മണിയറ എന്നല്ല, ഒന്നാന്തര മണിയറ. നമുക്കൊക്കെ ജീവിതത്തിൽ ഇതൊരെണ്ണം കിട്ടിയില്ലല്ലോ, കഷ്ടമായി പോയി. എത്ര മഹാമനസ്കനാണ് ആ ടിക്കറ്റ് എക്സാമിനർ, ഞാൻ ആലോചിച്ചു പോകും. സാധാരണ എവിടെ ഇറങ്ങാനാ, ഇന്ന് കടുപ്പിച്ച് ചോദിക്കുന്ന ടിക്കറ്റ് എക്സാമിനറെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് മണിയറയൊക്കെ ഒരുക്കി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരു ഗ്ലാസ് പാലും കൂടെ ഒപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്തായാലും ആ മണിയറ ഒരുക്കിയ എക്സാമിനർ ഇപ്പോൾ പണിയിലില്ലെന്നാണ് തോന്നുന്നത്. SKN ഏറെ കൗതുകകരമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മുംബൈയിൽ നിന്നും തെലങ്കാനയിലേക്ക് യാത്ര ചെയ്യുന്ന നന്ദിഗ്രാം എക്സ്പ്രസ് ട്രെയിനിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ട്രെയിനിലെ ഫസ്റ്റ് AC കോച്ചിനകത്ത് ഒരു മണിയറ ഒരുക്കിയിരിക്കുന്നു. അത് പൂക്കളും ബലൂണുകളും മറ്റും അലങ്കരിച്ച് മനോഹരമായ ഒരു മണിയറ ഒരുക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഇത് മുംബൈയിൽ നിന്നും യാത്ര ചെയ്യാനുള്ള നവദമ്പതികൾക്ക് വേണ്ടിയാണ് ഈ മണിയറ ഒരുക്കിയിരുന്നത്. ഓൺലൈനായി ഇവർ ബുക്ക് ചെയ്തതനുസരിച്ച് ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇത്തരത്തിൽ ട്രെയിനിനകത്ത് മണിയറ ഒരുക്കിയത്. ഈ സംഭവം വൈറലായതിന് പിന്നാലെയാണ് റെയിൽവേ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയതായാണ് റെയിൽവേ അറിയിക്കുന്നത്. ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സാമിനറെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മണിയറ ഒരുക്കിയ കരാറുകാരൻ ഇയാൾ ട്രെയിനിനകത്ത് കയറിയതും യാത്ര ചെയ്തതും ടിക്കറ്റ് ഇല്ലാതെയാണ് എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നും അതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് റെയിൽവേ അറിയിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് മണിയറ? വിവാഹ ദിവസം വധൂവരന്മാര് ഏറ്റവും അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന നിമിഷം, അവരുടെ ഒരു ആഘോഷ ദിവസം, ആ ഒരു ദിവസത്തിൽ അവർ പ്രവേശിക്കുന്ന മുറി അത് ഏറ്റവും മനോഹരമായി അലങ്കരിച്ച് മുല്ലപ്പൂക്കൾ കൊണ്ടും മറ്റ് പല സാധനങ്ങൾ കൊണ്ടും ഡെക്കറേറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു നിമിഷം. പക്ഷെ അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ സർക്കാരിന്റെ ചെലവില് നന്ദിഗ്രാം എക്സ്പ്രസിലാണ് ഈ പറയുന്ന മണിയറ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടതുപോലെ ശ്രീകണ്ഠൻ നായർ ചോദിച്ചതുപോലെ TTRക്ക് വേറെ പണിയൊന്നുമില്ലേ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യാൻ? ഒന്നും നോക്കിയാൽ ശരിയാണ്, പക്ഷെ അടിപൊളിയായിട്ടില്ലേ മണിയറ? ഭയങ്കര സെറ്റപ്പ്. നമുക്കൊന്നും യോഗമില്ല, എന്തായാലും ശ്രീകണ്ഠൻ നായർക്കും യോഗമില്ല. എന്തായാലും കൊള്ളാം ഈ ഒരു സംഭവം. പക്ഷെ ഇതൊരു ലീഗലാണെന്ന് വെച്ചാൽ അതിനെതിരെ ഇപ്പൊ TTR ഒരുക്കിയതിന് പുള്ളിക്ക് അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്, വീട്ടിലിരിക്കാനുള്ള വകുപ്പായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനം കണ്ടപ്പോൾ തോന്നിയത് ഇതൊരു നല്ല കാര്യമായിട്ടാണ്. ഒന്നുമില്ലെങ്കിൽ മോശമാക്കിയില്ലല്ലോ, അടിപൊളിയായിട്ടല്ലേ ഇട്ടിരിക്കുന്നത്. പലരും കമന്റ് സെക്ഷനിലൊക്കെ പറയുന്നുണ്ട് ഇതൊരു ടൂറിസം ആക്കിക്കൂടെ, ഇതെന്തിനാണ് ഇതിന് കേസാക്കുന്നത്, ഇതൊരു ലീഗലാക്കി നടത്തിക്കൂടെ. എനിക്ക് തോന്നി വളരെ നല്ല കാര്യമാണ്. കാരണം ഇതേപോലൊരു സെറ്റപ്പില് അത് റെയിൽവേക്ക് ലാഭമാണ്, യാത്രക്കാർക്കും ഒരു എന്താ പറയാ അവർക്കും ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിലേക്ക് അത് മാറും. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇതിനെതിരെ TTRക്കെതിരെ നടപടി എടുത്തതിൽ നമുക്ക് വിരോധമില്ല. കാരണം നിങ്ങൾ അതിന്റെ കാരണം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കും. കണ്ടല്ലോ, ഇന്ത്യൻ റെയിൽവേയുടെ സ്ലീപ്പർ കോച്ചാണ്. ആളുകൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് സ്വസ്ഥമായി കിടന്നുറങ്ങി പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തതാണ്. അവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ വലിഞ്ഞു കയറും. ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്ത ആളും ടിക്കറ്റ് ഇല്ലാത്തവന്മാരും എല്ലാവരും കൂടെ വലിഞ്ഞു കയറുന്ന ഒരു ദുരവസ്ഥ. ഇനി ജനറൽ കമ്പാർട്ട്മെന്റും കൂടെ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന്റെ അവസ്ഥ ഉണ്ടല്ലോ, എപ്പോഴാ പിടിവിട്ട് ട്രെയിൻ അടിയിലേക്ക് പോകുന്നതെന്ന് അറിയില്ല. അത്രയ്ക്ക് ഉന്തും തള്ളും തരും. കാരണം ഈ ജനറൽ കോച്ചുകളുടെ എണ്ണം കുറച്ചതുകൊണ്ടാണ് ഇത് ഇത്രയധികം. കാരണം മറ്റ് സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകൾക്ക് കൂടെ ഇത്രയും അധികം വേണോ? കാരണം കൂടുതൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരല്ലേ, അവർക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ മണിയറ ഒരുക്കിയതിന് TTRക്കെതിരെ നടപടി എടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
നിങ്ങളും യാത്ര ചെയ്തിട്ടില്ലേ ഇതേ ട്രെയിനിൽ, ഇതേപോലെ സിറ്റുവേഷനിൽ? നിങ്ങൾ ബുക്ക് ചെയ്ത്, ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ പലവണ യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് സെക്കൻഡ് സിറ്റിംഗിൽ ബുക്ക് ചെയ്ത് കയറുന്ന സമയത്ത് എനിക്ക് ട്രെയിനിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഉന്തി പിടിച്ച് തള്ളിയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഒരു തരത്തിലൊക്കെയാണ് കയറുന്നത്. നമ്മുടെ സീറ്റില്ല. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒരേ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ വലിഞ്ഞു കയറും. ഇതിനെതിരെ ഈ പറയുന്ന ആരെങ്കിലും നടപടി എടുത്തോ? ഇന്ത്യൻ റെയിൽവേ നടപടി എടുത്തോ? TTR മൈൻഡ് ചെയ്യുന്നു? ഇല്ല. അതാണ് കാണേണ്ടത്, കാണൂല. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇതേപോലെ കണ്ടുപിടിച്ച്, അത് അറിയാത്ത കാര്യമൊന്നുമല്ല ഇതിൽ. അതാണ് വേണ്ട കാര്യം വേണ്ടാത്ത കാര്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അല്ല തിരിച്ചറിഞ്ഞിട്ടും അവർ പ്രതികരിക്കാത്തൊരവസ്ഥ. ഇനിയെങ്കിലും അതിലൊരു മാറ്റം വരുമോ? ആർക്കറിയാല്ലേ. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഇത്ര വിശേഷങ്ങളൊക്കെ ഉള്ളൂ.